നഗരസഭയിൽ വാർഷിക പദ്ധതി രേഖ തയ്യാറാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് സിപിഎം. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം പ്രവർത്തകർ സെക്രട്ടറിക്ക് നിവേദനം നൽകി. 2026-27 പദ്ധതി രേഖ തയ്യാറാക്കിയപ്പോൾ ഗ്രാമസഭകളിൽ ഭൂരിപക്ഷമില്ലാതെയും അതേമാതിരി പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി തയ്യാറാക്കിയപ്പോൾ അവരുടെ ഊരുകൂട്ടം ചേരാതെയുമാണ് പദ്ധതി രേഖകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നിലമ്പൂരിലെ അവരുടെ യോഗങ്ങളിൽ കൗൺസിലർമാർ നിരന്തരമായി ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ ചട്ടവിരുദ്ധമായ പ്രവർത്തനത്തിന് സെക്രട്ടറി അടക്കം കൂട്ടുനിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് CPM-ന് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സെക്രട്ടറിക്ക് അതിന് പറ്റുന്ന മെമ്മറാണ്ടം കൊടുക്കാനുമാണ് CPIM ഇന്ന് ഇതിൻ്റെ സെക്രട്ടറിയെ നേരിട്ട് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അദ്ദേഹം തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. ചട്ടവിരുദ്ധമായ ഒരു സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടിയല്ലാതെ ചട്ടവിരുദ്ധമായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ല, അതിന് നിൽക്കില്ല എന്നാണ് സെക്രട്ടറി ഉറപ്പ് തന്നിട്ടുള്ളത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രാമസഭകളിൽ ഭൂരിപക്ഷമില്ലാതെയും ഊരുകൂട്ടം ചേരാതെയുമാണ് പദ്ധതി രേഖ തയ്യാറാക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് ഇവർ ആരോപിച്ചു. ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന ഉറപ്പ് നഗരസഭാ സെക്രട്ടറി നൽകുകയും ചെയ്തു. തീർച്ചയായിട്ടും സർക്കാരിന്റെ നിർദ്ദേശ മാർഗരേഖ പ്രകാരം പദ്ധതി മാർഗരേഖ പ്രകാരം അല്ലാതെ പദ്ധതി എന്തായാലും രൂപീകരിക്കാൻ ഭരണസമിതിക്കുന്നല്ല ആർക്കും സെക്രട്ടറി എന്ന നിലയിൽ ഔദ്യോഗികമായിട്ട് രൂപീകരിക്കാൻ കഴിയില്ല. എന്തു വന്നാലും ശരി, ഉണ്ടായ പോരായ്മ ഏതാണെന്ന് വെച്ചാൽ പരിശോധിച്ച് അത് ആ പോരായ്മ പരിഹരിച്ച് മാത്രമേ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇന്നിപ്പോൾ കൗൺസിൽ അടിയന്തരമായിട്ട് കൂടുകയും ചെയ്തത്. ടി ഹരിദാസൻ, VC ശ്രീധരൻ, ബാബുമോൻ ജോസ്, പടവെട്ടി ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ കാര്യാലയത്തിലെത്തി സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.